സ്വബർ വേണം. എന്തൊക്കെ ജീവിതത്തിന്റെ മുമ്പിൽ പരീക്ഷണങ്ങൾ വരാം, വിധികളുണ്ടാകാം, അള്ളാഹുവിന്റെ ആ നന്മകൾ ചെയ്യാനുള്ള വിഷയത്തിൽ വേണം, തിന്മകൾ കാണുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ വേണം. ആ ക്ഷമിക്കുന്നവർക്കാണ് ഉപശ്ശേരി സ്വാമി, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തകൾ. ഇനി ഉലമാക്കന്മാർ വീണ്ടും പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സന്ദേശമാണ്. ഖുർആനിന്റെ മാസ്മരികതയിലേക്ക് നാം പോകും മുമ്പ് എന്റെ ഏറ്റവും ചുരുങ്ങിയ ഫോർമാറ്റ് ആലോചിച്ചു. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഏതേത് നന്മകൾ നമ്മുടെ മുമ്പിലുണ്ടോ അത് ഇന്നും എന്നും ലോകത്ത് നന്മയാണ്. ഖുർആൻ ഒരു കാര്യം പാടില്ല, ചെയ്യരുത് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് എന്നും ഷർറാണ്. മദ്യം നിരോധിച്ചിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇന്ന് വരെ ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് മദ്യമാണ് നല്ല സംഭവം, ബുദ്ധിയുള്ളവരും പറഞ്ഞിട്ടില്ല. മദ്യം ഔഷധമാണ്, മദ്യം ഭയങ്കര ഉഷാറാണെന്ന് പറഞ്ഞു ബുദ്ധിയൊന്നും പറയില്ല. തലക്ക് വെളിവ് നഷ്ടപ്പെട്ടോണ്ട് ഏത് ഹോസ്റ്റൽ പോയിരുന്നാലും പറയും. ഇവിടെ പലിശ ഇന്നവരാരെങ്കിലും പറയോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരിക്കലും ഉപയോഗിച്ചോ? പിന്നെ ജന്മുണ്ടെങ്കിൽ പറയും ഇല്ല മക്കളെ, പട്ടിണി വന്നാലും ശരി പലിശ നമുക്കില്ല. ഏറ്റവും വലിയ ദുരിതത്തിനാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പുമാണ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 10,000-കണക്കിന് മനുഷ്യന്മാര് അതിന് രക്ഷപ്പെടുമ്പോഴാണ് അറിയാം ഇത്രക്ക് സുഖകരമായ ജീവിതം ഈ ഈമാൻ നൽകുന്ന വിശ്വാസത്തിന്റെ കരുത്ത്, അതിന്റെ ഗുണം. വിശ്വാസത്തിലും ഈമാനിലും കർമ്മത്തിലും സ്വഭാവത്തിലും ഇസ്ലാം ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ ഖൈറുണ്ട്. وَيُحِلُّ لَهُمُ الطَّيِّبَاتِ وَيُحَرِّمُ عَلَيْهِمُ الْخَبَائِثَ. എല്ലാ മ്ലേച്ഛമായ മോശമായ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ഹറാമാക്കി തന്നു. സമ്മതിച്ചിട്ടില്ല. എല്ലാ നല്ലതായ സംഭവങ്ങളും നമുക്ക്